വെറ്ററിനറി സർവകലാശാലയിലേക്ക് MSF മാർച്ച് നടക്കുകയാണ്. വെറ്ററിനറി സർവകലാശാലയിലേക്ക് MSF മാർച്ച് നടക്കുന്നു. സംഘർഷഭരിതമാകുന്നുണ്ട് മാർച്ച്. പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് ക്യാമ്പസിന് സർവകലാശാലയ്ക്ക് അകത്തേക്ക് കടന്നു. പോലീസിന് നേരെ വടിയും മറ്റും എറിയുന്നുണ്ട്. കൊടിയുടെ വടിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് നേരെ എറിയുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ട് കയ്യാങ്കളി ഉണ്ടാകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിനെതിരെ, സർക്കാരിനെതിരെ, SFIക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് MSFന്റെ മാർച്ച് നടക്കുന്നത്. രാഹുൽ KV വിവരങ്ങളുമായുണ്ട്. രാഹുൽ, സംഘർഷഭരിതമാവുന്നുണ്ട്. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പോലീസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഇപ്പോൾ എന്താണ് പ്രതിഷേധ മാർച്ചിന്റെ അവസ്ഥ എന്താണ് നിലവിൽ ഇപ്പോൾ? പ്രതിഷേധം ആളിക്കെത്തുകയാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ക്യാമ്പസിലേക്ക് MSFന്റെ മാർച്ചാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഇപ്പോൾ ഉണ്ടുണ്ടെന്നാണ്. സംഘർഷസമാനമായ സാഹചര്യമാണ് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അതായത് MSF സംഘർഷസമാനമായ സാഹചര്യമാണ് നിലനിന്നുകൊണ്ട് MSF ബാരിക്കേഡ് മറികടന്ന് ചില പ്രവർത്തകർ മറുഭാഗത്തേക്ക് എത്തി. അതിനുശേഷം കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യവും മുഴക്കി ഈ സമയത്ത് ജലപീരങ്കി പ്രയോഗിക്കാനുണ്ടായത്. ജലപീരങ്കി പ്രയോഗം പക്ഷേ അധിക സമയം നീണ്ടു നിൽക്കുകയും ചെയ്തില്ല. അതിനുശേഷം പ്രവർത്തകർ ഏതായാലും ബാരിക്കേഡിന് മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഇപ്പോൾ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കുവാൻ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ നടന്നും വരുന്നുണ്ട്. ഇതുതന്നെയായാലും ശക്തമായ പ്രതിഷേധം തന്നെ നടന്നു വരികയാണ്. MSFന്റെ സംസ്ഥാന അധ്യക്ഷൻ CK നവാസിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ രംഗം കുറച്ച് ശാന്തമായിട്ടുണ്ട്. പ്രവർത്തകരോട് ഇവിടെ റോഡിൽ വഴിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുവാനാണ് നേതാക്കൾ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ജലപീരങ്കി പ്രയോഗിച്ച സമയത്ത് പോലീസിന് നേരെ ഈ പ്രവർത്തകർ കയ്യിൽ കൊട്ടിയിരുന്ന പൈപ്പൊക്കെ എടുത്ത് എറിയുകയും ചെയ്തിരുന്നു. ഏതായാലും MSFന്റെ പ്രതിഷേധം സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. ഇപ്പോൾ കുറച്ച് ശാന്തമായിട്ടുണ്ട്. പ്രവർത്തകർ ബാരിക്കേഡിന് ഇപ്പുറത്തെ ദിശയിൽ നിലത്ത് കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ്. പോലീസിനെതിരെയും സർക്കാരിനെതിരെയും SFIക്കെതിരെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും മുദ്രാവാക്യം മുഴക്കിയാണ് പ്രവർത്തകർ ചെയ്യുന്നത്. സിദ്ധാർത്ഥനെ SFI പ്രവർത്തകർ മർദ്ദിച്ച് കൊലപ്പെടുത്തി. പോലീസ് അതിനെല്ലാവിധ പിന്തുണയും നൽകി കൂട്ടുനിന്നു. ഗുണ്ടകൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നത് പോലീസാണ് എന്ന് തുടങ്ങിയ മുദ്രാവാക്യമാണ് പ്രവർത്തകർ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കുറച്ചാളുകൾ ഇപ്പോഴും പോലീസുമായി തള്ളിലും തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ബാക്കി പ്രവർത്തകർ നിലത്ത് കുത്തിയിരുന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തീരുകയല്ല പ്രതിഷേധം. ASUവിന്റെ പ്രതിഷേധവും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് ഇതേ സ്ഥലത്തേക്ക് നടക്കാനുണ്ട്. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചു. പക്ഷെ അത് വിജയിച്ചില്ല. അതിനുശേഷമാണ് ബാരിക്കേഡിന് മുകളിൽ കയറിയുന്ന മുദ്രാവാക്യം മുഴക്കിയത്. കുറച്ച് പ്രവർത്തകർ, 5ഓളം പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് എത്തുകയും ചെയ്തു. അപ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഏതായാലും ഇപ്പോൾ പ്രതിഷേധം കുറച്ച് തണുത്ത് പ്രവർത്തകർ നിലത്ത് കുത്തിയിരുന്ന മുദ്രാവാക്യം മുഴക്കുകയാണ്.
രാഹുൽ കെ വി തത്സമയം വിവരങ്ങൾ നൽകുന്നു. MSFന്റെ മാർച്ച് സംഘർഷഭരിതമായിരിക്കുന്നു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. MSF മാർച്ചിനിടെ പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും SFIക്കെതിരെയും മുദ്രാവാക്യങ്ങൾ വിളിച്ചു. പിന്നാലെ പോലീസ് ബാരിക്കേഡ് മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമമുണ്ടായി. ഒരു പ്രവർത്തകൻ ബാരിക്കേഡ് മറികടന്ന ക്യാമ്പസിനകത്ത് പ്രവേശിച്ചു. പോലീസ് പ്രവർത്തകരും നേരിട്ട് ഉന്തും തള്ളുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. കയ്യിലിരുന്ന കൊടിയുള്ളിൽ നിന്നും പൈപ്പും വടിയുമൊക്കെ ഊരി പോലീസിന് നേരെ എറിയുന്ന രീതിയിലേക്ക് പ്രവർത്തകർ എത്തുകയും പിന്നീട് പോലീസ് ഈ പ്രവർത്തകർക്കിടയിലേക്ക് വന്ന് ഉന്തും തള്ളും ചെറിയ രീതിയിൽ കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്തായാലും നേതാക്കൾ ഇടപെട്ട് ഒരു അനുനയ ശ്രമം നടത്തുകയും പ്രവർത്തകർ ഇപ്പോൾ അനുനയിപ്പിച്ച് അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതിനിടെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. എന്തായാലും നിലവിൽ രംഗം ശാന്തമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പ്രതിഷേധം അവസാനിക്കുന്നില്ല, ആളിക്കത്തുന്നു എന്ന് തന്നെ പറയണം. KSU പ്രവർത്തകർ അല്പസമയത്തിനകം തന്നെ വെറ്ററിനറി സർവകലാശാലയിലേക്ക് അവരുടെ പ്രതിഷേധ പ്രകടനവുമായി എത്തും.